നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ ഒരു അട്ടിമറിയിലൂടെ പുറത്തായാൽ അതിന്റെ നാണക്കേട് വളരെ ദൂരവ്യാപകമാണെന്ന് BJP നേതൃത്വം തിരിച്ചറിയുന്നു. BJPയുടെ കാലാവധി കഴിയും മുമ്പ് ഇത്തരത്തിൽ ഒരു നീക്കം അത് നേരിടേണ്ടി വരുന്ന സാഹചര്യം ചില്ലറയൊന്നുമല്ല വില കൊടുക്കേണ്ടി വരുന്നതെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിന് കാരണം മോദി അമിത്ഷാ കൂട്ടുകെട്ടാണ്. ഇരുവരെയും കേന്ദ്രത്തിൽ നിന്നും പറഞ്ഞയക്കാതെ രാഹുൽ ഗാന്ധി അടങ്ങിയിരിക്കില്ല എന്ന് കൃത്യമായി RSSന് അറിയാം. RSSുമായി ഒരു കോംപ്രമൈസിനും താല്പര്യമില്ല എന്ന് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് RSS ചില നീക്കുപോക്കുകൾ നടത്താൻ ശ്രമിച്ചു. മോഹൻ ഭാഗവത്തിന്റെ വാക്കുകൾക്കൊന്നും ചെവി കേൾക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് രാഹുൽ ഗാന്ധി ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് RSSന് കടുംപിടുത്തത്തിലേക്ക് ഊന്നി നിൽക്കേണ്ടി വരുന്നത്. 75 എന്ന പ്രായത്തിലേക്ക് നരേന്ദ്രമോദി എത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇനി അധികാരത്തിൻ്റെ ചെങ്കോലും കിരീടവും ഉപേക്ഷിച്ച് തിരിച്ച് വന്ന വഴിക്ക് വിട്ടോളണം എന്ന ശക്തമായ താക്കീത് RSS നേതൃത്വം ഉയർത്തുകയാണ്. നമുക്കറിയാം, JP നഡ്ഡയും പല BJPയുടെ പ്രമുഖരും RSSനെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അവർക്കൊക്കെ കൃത്യമായ മറുപടിയാണ് RSS നേതാക്കൾ കൊടുത്തിരിക്കുന്നത്. സർസംഘചാലകിനെ മാത്രമല്ല, പല പ്രഭാരികളെയും വലിയ തോതിൽ ഭീഷണിപ്പെടുത്താൻ വരെ BJP നേതാക്കൾ ശ്രമിക്കുമ്പോൾ എന്ത് മര്യാദയുടെ പേരിലാണ് ഞങ്ങൾ ഇപ്പോഴും സമീപനം പാലിക്കുന്നതെന്ന് ഓർമ്മിക്കണം എന്നതായിരുന്നു അവരുടെ എല്ലാം മറുപടി. നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ കൃത്യമായി നാഗ്പൂരിൽ വിശദീകരണ യോഗം ഉൾപ്പെടെ നടക്കുകയാണ്. നമുക്കറിയാം, ഗോവയിൽ വെച്ച് നടത്തിയ ഒരു ചർച്ചയുണ്ട്. അതിൽ ഗഡ്കരി പറഞ്ഞത് ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ കാരണം ജനങ്ങൾ ഭരണഘടനയെ തച്ചുടയ്ക്കാൻ BJP സർക്കാർ ശ്രമിക്കുകയാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തിനും കഴിഞ്ഞു എന്നത് തന്നെയാണ്. അതിനെ മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വിശ്വാസം BJPക്കെതിരെ കൃത്യമായി സൃഷ്ടിച്ച് കോൺഗ്രസിന് എടുക്കാൻ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് എടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതിൽ വലിയ പരാജയം ഉൾക്കൊണ്ട് തന്നെ മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കണം. അഹങ്കാരം ഒന്നിനും നല്ലതല്ല എന്നുകൂടി നിതിൻ ഗഡ്കരി പറഞ്ഞു. നമുക്കറിയാം, വളരെ ചുരുക്കം ചില വിരലിലെണ്ണാവുന്ന നേതാക്കൾ മാത്രമാണ് BJP നേതൃത്വത്തിലുള്ളത്. എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ രീതിയിലും മറ്റ് പാർട്ടിക്കാർക്കും അഭിമതനായിട്ടുള്ളത് അതിലൊരാൾ നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയാൽ പല കാര്യങ്ങളിലും അയവ് വരും. സുഗമമായി 5 വർഷത്തെ കാലാവധി തികയ്ക്കാൻ കഴിയും. BJP സർക്കാർ തന്നെ അധികാരത്തിൽ കേന്ദ്രത്തിൽ ഉണ്ടാകും. BJPക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. കാരണം മോദിയും അമിത്ഷായും ചെയ്യുന്ന വൃത്തികെട്ട കളികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ച് സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്ത് ഭരണഘടനയെ അട്ടിമറിക്കാൻ രാജ്യസഭയിൽ MP-മാരെ കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമം, ഈ നീക്കുപോക്ക് ഈ രാജ്യത്ത് അപകടകരമാകുന്ന രീതിയിൽ നാശം വിതയ്ക്കാനുള്ള ഈ രണ്ടുപേരുടെയും കലാപരിപാടികളെയാണ് പൊളിച്ചെടുക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. ഗഡ്കരിയോ മറ്റേതെങ്കിലും നേതാവ് വന്നാൽ ഇത്രത്തോളം പ്രതിപക്ഷത്തിൻ്റെ കൂരമ്പ് അവർ തൊടുത്തുവിടില്ല എന്ന് RSSന് ബോധ്യമുണ്ട്.